സെക്രട്ടേറിയറ്റിൽ വിവിധ വകുപ്പുകളിലായി ഗതി കിട്ടാതെ കെട്ടിക്കിടക്കുന്നത് നിരവധി ഫയലുകൾ. 15 ലക്ഷം ജീവിതങ്ങളാണ് ഇപ്പോൾ ഫയലുകളായി പരിഗണിക്കാതെ കുന്നുകൂടി കിടക്കുന്നത്. ഫയൽ തീർപ്പാക്കൽ യജ്ഞം തുടർച്ചയായി കഴിഞ്ഞെങ്കിലും ഇവയുടെ തീർപ്പാക്കൽ എങ്ങനെയാവുമെന്ന് ഒരു നിശ്ചയവുമില്ല. കൃത്യമായി പറഞ്ഞാൽ 14,78,000 ഫയലുകളാണ് സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്നത്. ഫയൽ തീർപ്പാക്കൽ യജ്ഞങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഫയലുകൾ കുന്നുകൂടുകയാണ്. ഇവയുടെ തീർപ്പാക്കൽ എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും നിശ്ചയവുമില്ല. റവന്യൂ, ആരോഗ്യം, പോലീസ്, തദ്ദേശ സ്വയംഭരണം, പൊതുവിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗം, ഉന്നത വിദ്യാഭ്യാസം, പൊതുഭരണം എന്നീ വകുപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ ഫയൽ കെട്ടിക്കിടക്കുന്നത്. ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മുന്നിലാണ് ഇത്രയധികം ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് എന്നാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, വീണ ജോർജ്, ആർ ബിന്ദു, കെ രാജൻ എന്നിവരാണ് ഫയൽ തീർപ്പാക്കലിൽ പിന്നോക്കം പോയത്. മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിലും മോശമല്ലാത്ത നിലയിൽ ഫയലുകൾ കെട്ടിക്കിടപ്പുണ്ട്. നവകേരള സദസ്സിന്റെ തയ്യാറെടുപ്പിനായി മന്ത്രിമാരുടെ ഓഫീസുകളും ജീവനക്കാരും തിരക്കായതോടെ തന്നെ ഫയൽ നോട്ടം മന്ദഗതിയിലായി. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതോടെ ഫയലുകളിലേക്കുള്ള ശ്രദ്ധ വിട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇളവ് അനുവദിച്ചിട്ട് നിയമനങ്ങൾ, സ്ഥലമാറ്റം തുടങ്ങിയ ഫയലുകൾക്ക് പോലും അനക്കമുണ്ടായില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിക്കാലമായതിനാൽ ഉദ്യോഗസ്ഥരിൽ വലിയൊരു പങ്ക് അവധിയെടുത്ത് ടൂറിലുമാണ്. ഇതും ഫയൽ തീർപ്പാക്കലിനെ കാര്യമായി ബാധിച്ചു. ഇന്നലെ അവധിയായതിനാൽ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ നടപടിയുണ്ടാകുമോ എന്ന് കണ്ടറിയണം. ജനം, തിരുവനന്തപുരം.